ശുദ്ധമായ ഹിറാ ഗുഹയുള്ള ജബലുന്നൂറുണ്ട്, സൗർ ഗുഹയുള്ള ജബൽ സൗറുണ്ട്. ഈ രണ്ട് ഗുഹകളിലേക്ക് നമുക്കിന്ന് കടന്നു പോകണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. മഹദി അസ്മാ റളിയല്ലാഹു അൻഹാ ആ ഘട്ടത്തിലും ഹബീബിന് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ദീനിന് വേണ്ടി തന്റെ ശരീരം കൊണ്ട് കഴിയുന്ന സേവനം ചെയ്തു കൊടുത്ത അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ പിഞ്ചുമോനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഞാൻ ആദ്യം സൂചിപ്പിച്ചു വെച്ച സംഭവത്തിൽ വിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ 4 മഹാന്മാർ ആഗ്രഹം പറഞ്ഞ സംഭവം പറഞ്ഞില്ലേ? തമന്നൗ, നിങ്ങൾ ആഗ്രഹിച്ചോളൂ. അതിൽ ആദ്യമായി ആഗ്രഹിച്ചു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ, അമ്മാ അന ഫഅതമന്നൽ ഖിലാഫ, എനിക്ക് ഖിലാഫത്ത് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഖിലാഫത്ത് മഹാൻ അവരുടെ കൈകളിൽ നിന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ ഗവർണർ പിടിച്ചെടുക്കുകയും മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ ഹറമിൽ വെച്ച് ഷഹീദാവുകയും മഹാന വധിക്കപ്പെടുകയും മഹാനവറുകളെ കുരിശിൽ തറക്കുകയും ചെയ്തിട്ടുണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഒരു മകന് സംഭവിക്കുന്ന അതിദാരുണമായ രംഗം ഒരു ഉമ്മ കണ്ണിൽ കണ്ട ഉമ്മയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. കണ്ണു കാണാത്ത വിധം 100 വയസ്സ് കഴിഞ്ഞിരുന്നു ആ സംഭവങ്ങളൊക്കെ നടക്കുമ്പോ. എന്താണ് മോനും ഉമ്മയും തമ്മിൽ നടന്ന അവസാനത്തെ ഒരു സംഭാഷണമുണ്ട്. ഇത് ഇസ്ലാമിക ലോകത്ത് ചരിത്ര പണ്ഡിതന്മാർ പിൻഗാമികൾക്ക് കാണാനും അറിയാനും പഠിക്കാനും വേണ്ടി, ആരാണ് ഈമാനിന്റെ സ്വത്വബോധത്തിന്റെ ഉന്നത ബോധത്തിന്റെ ലക്ഷ്യം സുറയ്യയാണ്, കാല് സറയിലാണ്. കാല് മണ്ണിൽ നിൽക്കുമ്പോഴും നോക്കേണ്ടത് സുറയ്യ നക്ഷത്രത്തിലേക്കാണെന്ന് പറയുന്ന പോലെ ഉന്നതങ്ങളിലേക്ക് കണ്ണുവെക്കാൻ മോനോട് അവസാന നേരത്ത് പോലും ഉപദേശിക്കുന്ന ഒരു ഉമ്മയുടെ ചരിത്രമാണ് അസ്മാ ബീവിയുടേത് റളിയല്ലാഹു അൻഹ. അല്ലാഹു നമുക്ക് അവരിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ. നമ്മുടെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും നമ്മളെക്കാളും വിഷമം അനുഭവിച്ചവർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ സഹായം അരികത്തുണ്ട് എന്ന് പ്രതീക്ഷ വെക്കുകയും നന്മയുടെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ട് ധർമ്മത്തിലായി മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും ഒരു നുണ പറയാതെ, മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും ഒരു വഞ്ചന നടത്താതെ, മരിക്കുകയാണെങ്കിൽ പോലും ഒരാളെയും അന്യായമായി ഉപദ്രവിക്കാതെ, ഒരാളോടും അതിക്രമം ചെയ്യാതെ സാത്വികരായി ജീവിച്ച് മരിക്കലാണ് ഒരു മനുഷ്യന് കരണീയമെന്ന് 1000 തവണ പഠിപ്പിച്ച ഉമ്മയാണ് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ ഒറ്റപ്പെടുകയാണ് മക്കയിൽ. സ്വന്തം മക്കള് ഹംസയും ഹബീബും രണ്ടുപേരും പിതാവിനെ ഒറ്റുകൊടുത്ത നേരം, ആരും കൂടെയില്ലാത്ത നേരം തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികത്തേക്ക് ഓടിച്ചെല്ലുന്നു. മക്കയുടെ ഗവർണറായി അവരോധിതനായിരുന്ന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് ഓടിച്ചെല്ലുന്നു. മഹാൻ പറഞ്ഞു, ഉമ്മ, ജനങ്ങൾ എന്നെ വഞ്ചിച്ചു, എന്നെ കൈവടിഞ്ഞു. എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും കുടുംബവും ഇനി എൻ്റെ കൂടെയുള്ളത് വളരെ വിരലെണ്ണാവുന്ന ആളുകളാണ്. എനിക്ക് എത്ര കാശ് വേണമെങ്കിലും തരാൻ ഇവിടെ ആളുകളുണ്ട്. പക്ഷേ ഹറമിന്റെ അധികാരം എൻ്റെ കൈകളിലേക്ക് വന്നത് പിടിച്ചെടുക്കാൻ വേണ്ടി ഇറാഖിൽ നിന്നൊരു സൈന്യം വരുന്നുണ്ട്, ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ. ഫമാ റഅയുകി, ഉമ്മ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ചോദിക്കുമ്പോൾ അസ്മാ ബീവിക്ക് 100 വയസ്സാണ്, കണ്ണുകൾക്ക് കാഴ്ചയില്ല. അവര് പറഞ്ഞു, അൻത വല്ലാഹി യാ ബുനയ്യ അഅലമു ബിനഫ്സിക്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈറെ, നിങ്ങളെന്ന പക്വതയെത്തിയ ഒരു ചെറുപ്പക്കാരനല്ലേ, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയൊരു ബോധമുണ്ടല്ലോ. നിങ്ങൾ സത്യത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ ധർമ്മമാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ, വിശുദ്ധ ഖുർആനിന്റെയും വിശുദ്ധ ഹദീസിന്റെയും അധ്യാപനങ്ങളാണ് നിങ്ങൾ അനുകരിക്കുന്നതെങ്കിൽ, ഫംദില, മുന്നോട്ട് പൊയ്ക്കമോനെ, നിങ്ങൾ ആരെ പേടിക്കണം? വഖദ് ഖുതില അലൈഹി അസ്ഹാബുക, നിങ്ങളുടെ എത്രയോ കൂട്ടുകാർ മരണപ്പെട്ടത് സത്യത്തിന്റെ വഴിയിലല്ലേ. പിന്നെ എന്തിനു നീ ഭയപ്പെടണം? നിന്റെ കഴുത്ത് ബനൂ ഉമയ്യയുടെ കുട്ടികൾ കളിക്കാതിരിക്കാൻ സുരക്ഷിതത്വത്തോടുകൂടെ ജീവിക്കുമോനെ. എന്നാൽ അതിനിടയിൽ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ നീ സത്യത്തിന് വേണ്ടിയല്ലേ മരിക്കുന്നത്, നീ എനിക്കെന്തിന് ഭയപ്പെടണം? പിന്നെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, അധികാരമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ, മോനെ, നിനക്ക് അധികാരം കിട്ടണം, നീ ഒരു ഗവർണറാകണം, നീ അധികാരിയാവണം, ഇതാണ് നിന്റെ മനസ്സിലിരിപ്പെങ്കിൽ,
നീ നിന്നെയാണ് നശിപ്പിക്കുന്നത്. ഫബിഇസൽ അബ്ദു അൻത, നീ എത്ര മോശക്കാരനാണ്. വഅഹ്ലക്ത മൻ ഖുതില മഅക്, നിന്റെ കൂടെ മരണപ്പെട്ട ആളുകളെ പോലും നീ നാശത്തിലല്ലയോ വലിച്ചിഴക്കുന്നത്. അതുകൊണ്ട് മോനെ, നീ സത്യത്തിന്റെ പക്ഷത്താണെങ്കിൽ ഇൻ കുൻത തഅലം അന്നക അലാ ഹഖ്ഖിൻ വഇലൈഹി തദ്ഉ ഫംദില. ഇതൊരു വാക്കാണ്. സ്വന്തം മോൻ യൗവനത്തിന്റെ ചുറുചുറുക്കിന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും നല്ല വസന്തത്തിൽ നിൽക്കുന്ന പൊന്നുമോൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ആ ഉമ്മാക്ക് 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. മോന്റെ മുഖം കാണാൻ കണ്ണുകൾക്ക് പോലും കാഴ്ചയില്ല നേരത്തെ. പക്ഷെ ആ ഉമ്മ പറഞ്ഞു, മോനെ, നിന്നോട് യുദ്ധം ചെയ്യാൻ ഇറാഖിന്റെ ഗവർണർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിന്നിൽ നിന്ന് ഹറമിന്റെ മക്കയുടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ദുഷ്ടനായ ക്രൂരനായിരുന്ന ഒരുപാട് നിരപരാധികളെ കൊന്നുകളഞ്ഞ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ വരവെങ്കിൽ മോനെ, നിന്നോട് ഒന്നേ ഉമ്മാക്ക് പറയാനുള്ളൂ, നീ ധൈര്യമായി നിൽക്ക്. നീ ധർമ്മവും സത്യവും നന്മയുമാണ് കൈകൊള്ളുന്നതെങ്കിൽ നീ എന്തിനു പേടിക്കണം? ഈ ലോകത്ത് തിന്മ ചെയ്യുന്നവരല്ലേ പേടിക്കേണ്ടത്? അതിക്രമങ്ങളും അനീതിയും ചെയ്യുന്നവരല്ലേ പേടിക്കേണ്ടത്? ധർമ്മവും സത്യവും നിഷ്ഠയും കൊണ്ട് നടക്കുന്ന ആളുകൾ എന്തിനു ഭയപ്പെടേണ്ടതുണ്ട്? അതുകൊണ്ട് മോനെ, നീ ഭയപ്പെടാണ്ടിരിക്കെ. പക്ഷേ നിനക്ക് അധികാരവും സമ്പത്തുമാണ് വേണ്ടതെങ്കിൽ നീ വളരെ മോശക്കാരനാണ്. എന്റെ മോനാണെങ്കിൽ പോലും ഞാൻ നിന്നെ അംഗീകരിക്കുന്നില്ല. കാരണം അധികാരം സമ്പത്തുണ്ടാക്കാനുള്ളതല്ല. അധികാരം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കണക്ക് പറയേണ്ട അള്ളാഹു നൽകുന്ന ഉത്തരവാദിത്വമാണ്. അത് കളഞ്ഞു കുളിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു കയ്യാമം വെച്ചിട്ടാണ് വിചാരണക്ക് കൊണ്ടുവരുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്മാ ബീവി മോനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. 90 കഴിഞ്ഞ ഒരു ഉമ്മയുടെ സംസാരം. ഉമ്മ മോനോട്, മോനെ, നീ ധർമ്മത്തിലാണെങ്കിൽ നീ മുന്നോട്ട് പോ. നീ ദുന്യാവും അധികാരത്തിന്റെയും പിന്നാലെയാണെങ്കിൽ നീ വളരെ മോശപ്പെട്ടവനാണ്. പക്ഷേ നിനക്ക് വേണമെങ്കിൽ എന്നോട് പറയാം, ഞാൻ ധർമ്മപക്ഷത്തായിരുന്നു, ഞാൻ നന്മയുടെ പക്ഷത്താണ്. പക്ഷേ എന്റെ കൂടെയുള്ള ആളുകൾ പിന്മാറിയപ്പോൾ ഞാൻ ഇന്ന് എന്റെ ആ ലക്ഷ്യബോധമൊക്കെ കളഞ്ഞു കുളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഫലൈസ ഹാദാ ഫിഅലുൽ അഹ്റാർ വലാ അഹ്ലിദ്ദീൻ, ഇസ്ലാം വിശ്വാസം കൊണ്ടു നടക്കുന്ന സ്വതന്ത്രരായ അടിമകളല്ലാത്ത മനുഷ്യരുടെ പ്രവർത്തനമല്ല മോനെ. അത് സ്വതന്ത്രരും വിശ്വാസികളായ ആളുകളും തന്റെ കൂടെയുള്ളവർ നന്മ ചെയ്താൽ നന്മ ചെയ്യും, കൂടെയുള്ളവർ തിന്മ ചെയ്താൽ ഞാനും തിന്മ ചെയ്യും. അങ്ങനെ ആവല്ലേ. ലാ തകൂനു ഇമ്മഅഹ്, നിങ്ങളാരും പറയരുത് ജനങ്ങൾ നന്മ ചെയ്താൽ ഞങ്ങൾ നന്മ ചെയ്യും, ജനങ്ങൾ ചെയ്യുന്നത് അക്രമമാണെങ്കിൽ അക്രമത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കും. ഒരിക്കലും പറയരുത് ജനങ്ങൾ മുഴുവൻ അക്രമത്തിന് കൂട്ടുനിന്നാലും നിങ്ങൾ അക്രമം ചെയ്യരുത്. ഇതാണ് നമ്മളോടുള്ള ആഹ്വാനം. ജനങ്ങൾ മുഴുവനും അക്രമത്തിന് ഇറങ്ങി എന്ന് വിചാരിക്കുക. അത് വിചാരിച്ച് ഒരു തിന്മയെ നന്മയാക്കാൻ കഴിയുമോ? ആൾബലം കൂടുമ്പോൾ ഒരിക്കലുമില്ലല്ലോ. തിന്മ തിന്മയാണ്. ഒരാൾ ചെയ്താലും 1 കോടി ആളുകൾ ചെയ്താലും തിന്മ തിന്മയാണ്, നന്മ നന്മയാണ്. ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യമേ ലോകത്ത് വിജയിക്കൂ. അധർമ്മം മൂടിവെക്കാൻ കഴിഞ്ഞേക്കാം, അസത്യവും അതിക്രമവും കുറച്ചുകാലം പിടിച്ചു നിൽക്കാൻ പറ്റിയേക്കാം. പക്ഷേ എല്ലാം മറനീക്കി 17 വയസ്സോടുകൂടെ യൗവനത്തോടുകൂടെ സത്യം പുറത്തു വരും. ഈ ലോകത്തിന്റെ ചരിത്രമതല്ലേ? ഈ ലോകത്തിന്റെ ചരിത്രമതല്ലേ? ആര് തിന്മ ചെയ്യുന്നുണ്ടോ കുറച്ചു നേരത്തേക്ക് പിടിച്ചു നിൽക്കാം, പക്ഷേ തിന്മകളെ അള്ളാഹു പുറത്തു കൊണ്ടുവരും, അധർമ്മങ്ങളെ അള്ളാഹു പുറത്തു കൊണ്ടുവരും. നന്മയെ വിജയിക്കുകയുള്ളൂ. അതില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പരമേശ്വരനായ സർവേശ്വരനായ അള്ളാഹുവിന്റെ സാന്നിധ്യം മനുഷ്യൻ മറന്നുപോകുമായിരുന്നു. ഇവിടെ സത്യം വിജയിക്കില്ല എങ്കിൽ, ഇവിടെ ആളുകൾ കയ്യൂക്കുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ സാന്നിധ്യം ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? പക്ഷെ അങ്ങനെയല്ലല്ലോ. അധികാരികൾ എത്ര കഴിഞ്ഞുപോയി ലോകത്ത്, എത്ര അധികം ആളുകൾ കഴിഞ്ഞുപോയി. പക്ഷേ ചരിത്രം അവരെ വിലയിരുത്തുന്നുണ്ട്, ചരിത്ര വിദ്യാർത്ഥികൾ അവരെ പഠിക്കുന്നുണ്ട്. നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി അതിക്രമങ്ങൾ ചെയ്തു കൂട്ടിയ ആളുകൾ സങ്കടപ്പെട്ടിട്ടേ ഉള്ളൂ. അവർ സങ്കടപ്പെടേണ്ടി വരും. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. സത്യം പുലരും.
വസഹഖൽ ബാത്തിൽ, തിന്മകൾ ഇല്ലാതെയാകും. ഇന്നൽ ബാത്തില കാന സഹൂഖാ, തിന്മകൾ ഒരിക്കലും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവയല്ലല്ലോ. ഇത് വിശുദ്ധ ഖുർആനിന്റെ വളരെ പ്രൗഢമായ ഒരു പ്രഖ്യാപനമാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറയുന്നു, മോനെ വകം ഖുലൂദുക ഫിദ്ദുനിയാ, എത്ര കാലമാണ് മോനെ ഈ ലോകത്ത് നീ ജീവിക്കാൻ പോകുന്നത്? എത്ര കാലമാണ് നീ ഇവിടെ ജീവിക്കാൻ പോകുന്നത്? നമ്മുടെ രാജ്യത്ത് പോലും നടക്കുന്ന ഒച്ചപ്പാടുകളും ബഹളങ്ങളും കാണുമ്പോൾ ആരെയെല്ലാം ആട്ടിയോടിക്കണമെന്ന് ആഗ്രഹിച്ച് അവരൊക്കെ പോയിട്ട് ഞങ്ങളൊന്ന് ഇവിടെ ജീവിക്കട്ടെ എന്ന് കൊതിച്ചാൽ പോലും 60-70 കഴിഞ്ഞാൽ നിങ്ങളും മരിക്കില്ലേ, നാമും മരിക്കും. ആരാണിവിടെ ചിരഞ്ജീവിയായി ജീവിക്കാൻ പോകുന്നത്? എല്ലാവരും മരിച്ചു പോകുന്ന ലോകമല്ലേ ഇത്? ഒരു 90-100 വയസ്സ് പിന്നെന്തെയ്യും? നിന്നെ കൊണ്ടുപോയി മറവ് ചെയ്യും, നിന്നെ ശവമെന്ന് വിളിക്കും. ആ ഒരു കുറച്ചു നേരത്തെ ജീവിതത്തിനിടയിലാണോ മനുഷ്യൻ അധർമ്മം കൊണ്ട് നടക്കുന്നത്? എത്ര അധികം അപഹാസ്യമാണ്. വളരെ കുറഞ്ഞ ജീവിതമല്ലേ മനുഷ്യനുള്ളൂ. മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ? അതുപോലും 60-70 പോലും മനുഷ്യനെത്തുമെന്ന് മനുഷ്യനറിയില്ല. അവന്റെ നാളത്തെ നിമിഷം എന്താണെന്ന് പോലും അറിയില്ല. അത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തിറങ്ങാണ് ഹോസ്പിറ്റലിൽ നിന്ന്, ഫുൾ ചെക്കപ്പ്, എവരിതിങ് ഓക്കെ. പക്ഷേ എ ഡോക്ടർ കനോട്ട് പ്രെഡിക്റ്റ് യു മേ എൻഡ് അപ്പ് ഇൻ ആൻ ആക്സിഡന്റ് ഓർ നോട്ട്. ഒരു ഡോക്ടർക്ക് പറഞ്ഞു തരാൻ കഴിയില്ല നിങ്ങൾക്ക് ആക്സിഡന്റിൽ മരിക്കുമോ ഇല്ലയോ. ഹാർട്ട് ഓക്കെയാണ്, കിഡ്നി ഓക്കെയാണ്, ബ്രെയിൻ ഓക്കെയാണ്, ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ഓക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് മരണം വരില്ലെന്ന് പറയാൻ അവർക്ക് കഴിയോ? ഇല്ല. ഒരു ആക്സിഡന്റ് സംഭവിക്കില്ല എന്ന് ഡോക്ടർക്ക് പറയാൻ കഴിയോ? ഇല്ല. വളരെ നൈമിഷികമല്ലേ മനുഷ്യന്റെ ജീവിതം? ആരെന്തിന് അഹങ്കാരം പറയണം ഇവിടെ? ആരെന്തിന് അധർമ്മം ചെയ്യണം? എന്തിനിവിടെ? ആരാണിവിടെ എന്നും ജീവിക്കാൻ പോകുന്നത്? ഇല്ല. ഒരു വാടക വീട് ഇറങ്ങിക്കൊടുക്കുന്ന പോലെ നമ്മളൊക്കെ അടുത്തൊരു തലമുറക്ക് വേണ്ടി അള്ളാഹു ഈ പ്രപഞ്ചത്തിന് ആയുസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടവരാണ് എല്ലാവരും. ഈ പ്രപഞ്ചം ആർക്കും സുരക്ഷിതരായി എന്നും ജീവിക്കാനുള്ള ലോകമല്ല. മരണം സംഭവിക്കും. മരണത്തിന് കീഴടങ്ങാത്തവരാരുണ്ട്? വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, സുരക്ഷിതമായ ഒരു കോട്ടക്കുള്ളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ പോലും നിങ്ങളെ മരണം പിടികൂടുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ആ നേരം സന്തോഷത്തിന്റെ നേരമാക്കി തരട്ടെ. സ്വന്തം പൊന്നുമോനെ നെറ്റിയിൽ ഉമ്മ വെച്ച് യാത്രയക്കുന്ന അസ്മാ റളിയല്ലാഹു അൻഹ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരുടെ ഖബ്ബല റഅസഹാ, ഉമ്മ മോനെയും മോൻ ഉമ്മയെയും ഉമ്മ വെക്കുന്നു. ഉമ്മയുടെ നെറ്റിയിൽ മോനൊരു ഉമ്മ വെച്ചു. ഹാദാ വല്ലാഹി റഈ, അതൊരു അറബികളുടെ ഒരു സംസ്കാരത്തിലുപരി ഒരു ഇസ്ലാമിക സംസ്കാരമാണ്. ഉപ്പയുടെ കൈ പിടിച്ച് ചുംബിക്കുക, ഉമ്മ വെക്കുക, ഒരു മുത്തം കൊടുക്കുക എന്ന് പറയില്ലേ. ഉമ്മയെ കാണുമ്പോൾ നെറ്റിയിൽ ഉമ്മ വെക്കുക. പ്രായമുള്ള ആളുകളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ നെറ്റിയിൽ ഉമ്മ പറ്റുന്നെങ്കിൽ എല്ലാവരും ഉമ്മ വെക്കാൻ നിന്നാൽ മഹാന്മാർക്ക് നടക്കാൻ കഴിയില്ല. പക്ഷേ ഒരവസരം കിട്ടുകയാണെങ്കിൽ, ബുദ്ധിമുട്ടിക്കുകയില്ലെങ്കിൽ അതൊരു വലിയ തൗഫീഖാണ്. സ്വന്തം പിതാവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, പിതാവിൻ്റെ കൈപിടിച്ച് മുത്തുക, ഉമ്മയുടെ കരം ചുംബിക്കുക. ഉമ്മയുടെ കാലിന് താഴെയാണ് സ്വർഗമെന്ന് പറഞ്ഞ നബിയാണ് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെക്കുകയാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. നമ്മൾ ആരെങ്കിലും ഉമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെക്കാറുണ്ടോ? മുത്തുനബി തങ്ങൾ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബിനെ കാണാൻ വരുമ്പോൾ മോൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും മോളുടെ നെറ്റിയിൽ ഉപ്പയായ പ്രവാചകർ ഉമ്മ വെക്കുകയും ചെയ്തിരുന്നുവെന്ന് പരിശുദ്ധ ഹദീസിലുണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞു പോയ മക്കൾക്ക് വാപ്പ എന്ന നിലയിൽ വിവാഹിതയായ ഒരു മോൾക്ക് ഉപ്പ ഒരു ഉമ്മ കൊടുക്കാറുണ്ടോ? കാദർശ അങ്ങനെ ഉണ്ടോ? ഒത്തുവരുണ്ടോ? അതൊരു സുന്നത്താണ്, അതൊരു സ്നേഹമാണ്, അതൊരു ആത്മബന്ധമാണ്. പിതാവും മക്കളും കുടുംബവും ഭാര്യയും ഭർത്താവും ഈ കൊടുക്കുന്ന സ്നേഹമാണ് ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തെ കരുത്ത് എന്ന് പറയുന്നത്. സ്നേഹമില്ലെങ്കിൽ ഈ ലോകത്തിന് എന്ത് വിലയാണുള്ളത്? കാശിന് എന്ത് വിലയാണുള്ളത് സ്നേഹമില്ലെങ്കിൽ? ഉമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെക്കണം. പിതാവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പിതാവിനോട് സലാം പറയുമ്പോൾ ആ കൈപിടിച്ച് ഉമ്മ വെക്കണം, സുന്നത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മാതാപിതാക്കളോടുള്ള ആദാബുകൾ, എറ്റിക്കറ്റ്സ് ഓഫ് റെസ്പെക്റ്റിംഗ് പാരൻസ് മഹാൻ വിവരിച്ചപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖബ്ബല റഅസഹാ,
മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ. എന്നിട്ട് പറഞ്ഞു, ഉമ്മ എനിക്കിതാണ് പറയാനുള്ളത്. ഉമ്മ, ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് ഹറമിന്റെ അധികാരം വേണമെന്ന് പറയുന്നത് എനിക്ക് ഈ ലോകത്ത് സുഖിച്ച് ജീവിക്കാനല്ല, പിന്നെയോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹറം, അതിന്റെ പവിത്രതയെ മറ്റാരും കളഞ്ഞു കുളിക്കരുത്, ഹറമിന്റെ പവിത്രത നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഹറമിന്റെ അധികാരം എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയത്. പക്ഷെ ഉമ്മയോട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഫന്നുരിയ ഉമ്മീ, ഉമ്മ അത് അസ്മാ ബീവിയാണ് റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയാണിത് റളിയല്ലാഹു അൻഹ, അസ്മാ ബീവി. ഉമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഫഇന്നീ മഖ്തൂലുൻ ഫീ യൗമി ഹാദാ, ഞാൻ ഇന്ന് മരണപ്പെടാൻ പോകുന്ന മോനാണ്, ഞാൻ ഇന്ന് മരിക്കും ഉമ്മ. ഇതൊരു മോൻ പറയുമ്പോൾ ഒരു ഉമ്മയുടെ മനസ്സെന്താ എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. ഉമ്മ, ഞാൻ ഇന്ന് മരിക്കുകയാണ്. ഫലാ യസ്തദ്ദ ഹുസ്നുകി, ഞാൻ അങ്ങയോട് ഉമ്മയോട് ഈ ലോകത്തോട് യാത്ര ചോദിക്കുമ്പോൾ എൻ്റെ വിയോഗത്തിൽ ഉമ്മ ഒരുപാട് സങ്കടപ്പെടരുത്. വസല്ലിമിൽ അംറ ലില്ലാഹ്, കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കണേ ഉമ്മ. നമ്മൾ അങ്ങനെയാ ചെയ്യുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കൊലകളിലും അല്ലാതെയും നിരപരാധികളായ ആളുകൾ മരണപ്പെട്ടു പോയവർ, അല്ലാഹുവേ അവരെ നീ ഏറ്റെടുക്കുകയും ഈ ലോകത്ത് നിന്ന് കഷ്ടപ്പാടും കല്ലേറും എന്തെല്ലാം താടനങ്ങളും അവർ സഹിച്ചോ അതിനൊക്കെ പകരം രക്തസാക്ഷികൾക്ക് നീ നൽകുന്ന പ്രതിഫലം സ്വർഗ്ഗലോകത്തവർക്ക് നീ നൽകണമേ തമ്പുരാനെ. അവരുടെ കാര്യത്തിൽ അല്ലാഹുവേ ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കുന്നു പടച്ചവനെ. ഞങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയാതെ മൂസ നബി അലൈഹിസ്സലാം ഫറോവയോട് പറഞ്ഞ പോലെ, ഫറോവയുടെ വിഷയത്തിൽ മൂസ നബി അല്ലാഹുവിനോട് പറഞ്ഞു, ഫറോവ അതിക്രമങ്ങൾ ചെയ്യാൻ ഫറോവയുണ്ട്, ഫറോവയുടെ കൂടെ നീ എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഞാൻ നിന്റെ പ്രവാചകൻ, എൻ്റെ കൂടെയുള്ള ബനു ഇസ്രായേലുകാർ ഒന്നിനും കഴിയാത്തവർ. അതുകൊണ്ട് അല്ലാഹുവേ ഫറോവയെ അവന്റെ വിഷയം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫറോവയെ പിടിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകി എന്ന് അല്ലാഹു പറയുകയും 60 വർഷങ്ങൾക്ക് ശേഷമാണ് ഫറോവ മുങ്ങി മരിക്കുന്നത് എന്ന് ഇമാമുൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല അല്ലാഹു കാര്യങ്ങൾ നടത്തുന്നത്. അവന്റെ ചില തീരുമാനങ്ങൾ ഇവിടെ നടക്കുക തന്നെ ചെയ്യും. അതിന് നമ്മൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയേ കഴിയൂ. ഉമ്മ, ഞാൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നിങ്ങൾ എൻ്റെ മരണത്തിൽ വിഷമിക്കരുതേ. നമ്മുടെ പരിപാടിക്ക് വേണ്ടി നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരും കഴിയുന്നൊരു സഹായം ഇവിടെ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ പ്രവർത്തകർ എല്ലാവരും സഹായിക്കണേ. വളരെ നല്ല ഒരു സംവിധാനം, ഒരു സദസ്സും ബിസ്മില്ലാഹ് നല്ല മൈക്കും, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് ഹനീഫ് കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല മൈക്ക് സെറ്റാണ് മാഷാ അല്ലാഹ്. എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ച് 11-12 മണിവരെയൊക്കെ നീണ്ടുപോയേനെ. പക്ഷേ എനിക്ക് 2 മണിയാകുമ്പോഴേക്കും കോഴിക്കോട് എയർപോർട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 10:30 നിർത്താൻ ബാധ്യസ്ഥനാണ്. അല്ലായിരുന്നെങ്കിൽ വളരെ നല്ല സൗണ്ടാണ്. സൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ആൾക്കാരെ മൈൻഡ് ചെയ്യാറില്ല. ഇത് കസേര കാലിയാണെങ്കിലും വാത് പറയാൻ എനിക്കിഷ്ടമാണ്. സൗണ്ട് നന്നായാൽ മതി, വേറൊന്നും വിഷയമല്ല. അൽഹംദുലില്ലാഹ്. പക്ഷേ നിങ്ങളൊക്കെ ഈ പരിപാടിക്ക് വേണ്ടി ഇത്രയും സംവിധാനം ചെയ്തതിൽ ഓരോരുത്തരും നമുക്ക് എല്ലാവർക്കും വേണ്ടിയല്ലേ ഈ പരിപാടി അല്ലേ? അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, ഇതൊരു ബാധ്യതയായി മാറാതെ നമ്മുടെ കമ്മിറ്റിയെ സഹായിക്കണം. നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നുണ്ട്, നമ്മുടെ വോളണ്ടിയേഴ്സ്, അവരുമായി സഹകരിക്കണം. ചെറുത് എന്തെങ്കിലും കൊടുത്ത് ഒന്ന് ഒഴിവാക്കി വിടുക എന്നതിലപ്പുറം എൻ്റെ വകയായ ഒരു കാര്യമായൊരു സഹായം എന്ന രീതിയിൽ തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ട് കൊടുക്കണേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്ന ചെറു ഉന്മേഷത്തിന് വേണ്ടിയാണ്. സ്വലാത്ത് എന്നിട്ടൊക്കെ ചെല്ലാൻ കുഴപ്പമില്ലേ. പക്ഷേ ഇൻഷാ അല്ലാഹ് ഒരു എന്താ പറയുക, ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എഴുന്നേറ്റൊരു 3 സ്വലാത്ത് അല്ലേ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ആര് എവിടുന്ന് ഹബീബിൻ്റെ ഹദറത്തേക്ക് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് മലക്കുകൾ അറിയിച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്
ഹബീബ് പറയും, ഇത് കൂർണിടക്കയിൽ നിന്ന് ഇന്നാലിന്ന ആളാണ് എനിക്ക് സ്വലാത്ത് ചൊല്ലുന്നത്. ഒരു സ്വലാത്തും കൂടെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരു ദിക്റും കൂടെ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇരിക്കി. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു ഖബൂലാക്കട്ടെ. ഉമ്മ, ഞാൻ ഇന്ന് അങ്ങയോട് യാത്ര പറയുന്നു. ഫലാ യഷ്തദ്ദ ഹുസ്നുകി, അങ്ങ് എൻ്റെ മേൽ എന്നെക്കുറിച്ച് സങ്കടപ്പെടരുതേ ഉമ്മ. വസല്ലിമിൽ അംറ ലില്ലാഹ്, ഉമ്മ എൻ്റെ വിഷയം അങ്ങ് അല്ലാഹുവിനെ ഏൽപ്പിക്കണമേ. കാരണം എന്താണ്? ഫഇന്ന ഇബ്നകി, നിങ്ങളുടെ മോനായ ഈ അബ്ദുള്ള ലം യതഅമ്മദി ഇത്യാന മുൻകരിൻ, ഞാൻ മനഃപൂർവം ഒരു തിന്മയും ചെയ്തിട്ടില്ല ഉമ്മ. ഇത് പറയാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയുണ്ടോ? ഒരു ഡിഗ്രി വിദ്യാർത്ഥിയുണ്ടോ? വിദ്യാർത്ഥിനിയുണ്ടോ? മനഃപൂർവമായി ഞാൻ അല്ലാഹു അരുത് എന്ന് പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല ഉമ്മ. ഫഇന്ന ഇബ്നകി ലം യതഅമ്മദി ഇത്യാന മുൻകരിൻ, ഒരു തിന്മയും ഞാൻ മനസ്സറിഞ്ഞ് മനഃപൂർവമായി ചെയ്തിട്ടില്ല ഉമ്മ. വലാ അംദൻ ബിഫാഹിഷ, ഒരു വ്യഭിചാരവും ഞാൻ ചെയ്തിട്ടില്ല. വലം യജുറു ഫീ ഹുക്മില്ലാഹ്, അല്ലാഹുവിന്റെ നിയമത്തെ മറികടന്നിട്ടുമില്ല. വലം യതഅമ്മദ ദുൽമ മുസ്ലിമിൻ വലാ മുആഹിദിൻ, ഒരു വിശ്വാസിയോടോ വിശ്വാസികളുടെ കൂടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളോടോ ഞാനൊരു അനീതിയും ചെയ്തിട്ടില്ല ഉമ്മ. ഹറമിലായി മക്കയിലായി പറയുന്നത്, ഞാൻ ജീവിച്ച സ്ഥലങ്ങളിലെവിടെയും ഒരു മനുഷ്യനോടും ഒരു മുസ്ലിമിനോടൊന്നും മാത്രമല്ല, വലാ മുആഹദിൻ, മുസ്ലിമല്ലാത്ത മതവിഭാഗങ്ങളോട് കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാളെയും ഞാൻ അതിക്രമം ചെയ്തിട്ടില്ല ഉമ്മ. വലം യബ്ലുഗ്നി ദുൽമുൻ അൻ ഉമ്മാലി ഫറദീതു ബിഹി, എൻ്റെ ജോലിക്കാർ, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രവർത്തകന്മാർ, അവരാരെങ്കിലും അനീതി ചെയ്താൽ ആ അനീതിക്കെതിരെ ഞാൻ മിണ്ടാതിരുന്നിട്ടുമില്ല. ഇതൊക്കെ ഒരു ക്വാളിറ്റിയാണ്. കൂടെയുള്ള ആളുകൾ അനീതി ചെയ്യുമ്പോൾ നേതാക്കന്മാർ അതിന് ഓശാന പാടരുത്. തിന്മയാണ്, അത് അനുയായികൾക്ക് തിരുത്തി കൊടുക്കണം. നിയമം ജനങ്ങൾ കയ്യിലെടുക്കാൻ പാടുള്ളതല്ല. നിയമപാലകന്മാർ, രാജ്യത്തിന്റെ ഭരണകൂടം നിയമം സംരക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് അതിക്രമങ്ങൾ ആര് ചെയ്താലും അതിക്രമം തന്നെയാണ്. തിന്മയെ തിന്മയായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. ഉമ്മ, എൻ്റെ കൂടെ നിന്ന ആളുകൾ ആര് തിന്മ ചെയ്താലും ഞാൻ അതിനെതിരെ മിണ്ടാതിരുന്നിട്ടില്ല. വലം യകുൻ ശൈഉൻ ആഥറ ഇൻദി മിൻ റിദാ റബ്ബി, എൻ്റെ രക്ഷിതാവായ അല്ലാഹു ഇഷ്ടപ്പെടണം എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. ഞാൻ ചെയ്ത നന്മകൾ ആരും കയ്യടി തരാനല്ല, ആരും എനിക്ക് വേണ്ടി അവാർഡുകൾ തരാനല്ല, ആരും അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കാനല്ല. ഞാൻ ചെയ്ത നന്മകൾ അല്ലാഹുവിന് വേണ്ടി, ഞാൻ ചെയ്യുന്ന നന്മകൾ ഒരു പ്രമോഷൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല. ഞാൻ ചെയ്യുന്ന നന്മകൾ ജനങ്ങളുടെ ഹർഷാരവം കേൾക്കാൻ വേണ്ടിയല്ല. ഞാൻ ചെയ്യുന്ന നന്മകൾ എൻ്റെ മരണശേഷം ഒരു ബസ് സ്റ്റോപ്പെങ്കിലും ഒരു സ്മാരകമെങ്കിലും ഉണ്ടാവണം എന്നാഗ്രഹിച്ചിട്ടല്ല. പിന്നെയോ റിദാ റബ്ബി, എൻ്റെ രക്ഷിതാവ് എന്നെ ഇഷ്ടപ്പെടണം. അല്ലാഹു ആ മനസ്സ് നമുക്ക് നൽകട്ടെ. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ റബ്ബേ, ഇത് പരിശുദ്ധ മക്കയിൽ ഹറമിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാ പ്രിയപ്പെട്ട ഉമ്മയായ അസ്മാ ബീവിയോട് നടത്തുന്ന സംഭാഷണമാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ റബ്ബേ, ഞാൻ എൻ്റെ ഉമ്മയുടെ മുമ്പിൽ പലതും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മനഃപൂർവമായി ഒരു വ്യഭിചാരമോ ഒരു തിന്മയോ ഒരു അനീതി ഞാൻ ചെയ്യുകയോ അനീതിക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് പറയാണ്, അല്ലാഹുമ്മ ഇന്നി ലാ അഖൂലു ഹാദാ തസ്കിയതൻ മിന്നി ലിനഫ്സി, അല്ലാഹുവേ, ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് സ്വയം പുകഴ്ത്താൻ വേണ്ടി പറയുന്ന വാക്കല്ല ഇത്. ദിസ് ഇസ് നോട്ട് എ ഷോ ഓഫ്. ഇത് ഞാൻ ഷോ ഓഫ് പറയല്ല റബ്ബേ. അൻത അഅലമു ബി, നിനക്കതറിയുമല്ലോ. വലാകിൻ അഖൂലുഹു തഅസിയതൻ ലിഉമ്മി ലിതസ്ലു അന്നി, എൻ്റെ ഉമ്മാക്ക് ആശ്വാസമാകാൻ. ഒരു മോൻ മരിക്കുമ്പോ എൻ്റെ മോൻ നന്മ ചെയ്തവനാണ്, അതുകൊണ്ട് അവൻ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ഒരു ഉമ്മാക്ക് ആശ്വസിക്കാൻ കഴിയുന്നത് എത്ര വലിയ ആശ്വാസമാണ്. മക്കൾ മരിച്ചു പോകുമ്പം പറയില്ലേ, എൻ്റെ മോനെ ഒരു പ്രേമബന്ധമുണ്ടായിരുന്നു, പക്ഷേ മരണം സംഭവിച്ചു, ബൈക്ക് ആക്സിഡന്റ്. എൻ്റെ മോന്റെ അവസ്ഥ എന്താണ് എനിക്കറിയില്ല.
എൻ്റെ മകൻ വഴിവിട്ട് ജീവിച്ചവനാണ്, അവന് വ്യഭിചാരമുണ്ടായിരുന്നു, അവന് മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ടായിരുന്നു, മദ്യപാനമുണ്ടായിരുന്നു, അക്രമികളുടെ കൂടെ പോയിട്ടുണ്ട്, തച്ചു തകർക്കാൻ പോയ അക്രമികളുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഉമ്മ ഓർക്കുമ്പോൾ ആ മകന്റെ ഖബറ് അള്ളാഹു ശിക്ഷ കൊണ്ടവനെ പൊതിയുമെന്ന് മുസ്ലിമിനറിയാം. അതുകൊണ്ട് ഉപ്പമാർക്ക് കൂട്ടുകാർക്ക് വേദന വരും. നേരെ മറിച്ച് ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചുപോയി, സൽക്രമം ചെയ്തിരുന്ന ഒരാൾ, തിന്മ ചെയ്യാത്ത ഒരാൾ, നന്മയുടെ കൂടെ നിന്ന ഒരാൾ, ധർമ്മത്തിന്റെ കൂടെ നിന്ന ഒരാൾ, സത്യം വിളിച്ചു പറയുന്ന ഒരാൾ, ജനങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ഒരാൾ, രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാൾ, രാജ്യത്ത് നന്മയുണ്ടാവാൻ ആഗ്രഹിച്ച ഒരാൾ മരിച്ചു പോകുമ്പോ ആ യാത്ര സർവേശ്വരന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയാണെന്ന് ആശ്വസിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, ഞാനീ പറഞ്ഞത് എന്നെ പൊക്കി പറയാനല്ല, എൻ്റെ ഉമ്മാക്ക് എൻ്റെ മരണം ഇന്ന് നടക്കാൻ പോകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മരണം നടക്കുമ്പോൾ ഈ മോനെക്കുറിച്ച് ഉമ്മാക്ക് ആശ്വാസമാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണല്ലോ. ഭാര്യ അസ്മാ ബീവി സംസാരിക്കാൻ പോകുന്നു. മോനെ, ഇന്നി ലഅർജു മിനല്ലാഹ് അൻ യകൂന അസാഇ ഫീക ഹസന ഇൻ തഖദ്ദംതനി. 90 അല്ല 100 വയസ്സ് കഴിഞ്ഞ എന്നെ ഇവിടെ ബാക്കിയാക്കി മോനെ, 20-30 പ്രായമുള്ള നിന്നെ ഈ ശത്രുക്കൾ അരിഞ്ഞെടുക്കുകയും കൊലപ്പെടുത്തുകയും നിന്നെ വധിക്കുകയും ചെയ്ത് എൻ്റെ മുമ്പേ നീയാണ് മരണത്തിലേക്ക് യാത്രയാകുന്നതെങ്കിൽ മോനെ, ആശ്വസിക്കാൻ ഉമ്മാക്ക് കഴിയും. ഞാൻ നോക്കട്ടെ മോൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാനൊന്ന് കാണട്ടെ. മോന്റെ മറുപടി, ജസാകില്ലാഹു യാ ഉമ്മാഹു ഖൈറാ. ഉമ്മാ, അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്യട്ടെ. ഉമ്മമാരോട് ജസാകില്ലാഹു യാ ഉമ്മാ ഖൈറാ, എൻ്റെ ഉമ്മ അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ആരെങ്കിലും ദ്വാരക്കാറുണ്ടോ? ഉമ്മമാരോട് അങ്ങനെ പറയാറുണ്ടോ? ഉമ്മാക്ക് അല്ലാഹു നന്മ ചെയ്യട്ടെ, ജസാക്കല്ലാഹു ഖൈറാ. ഒരു ഉപകാരം ചെയ്തതിന് തിരിച്ചുപകാരം ചെയ്യാൻ അള്ളാഹുവിൻ്റെ ദീൻ, ഈ മതം നമ്മളോട് പഠിപ്പിച്ച വാക്കാണത്. മേ അല്ലാഹ് ദ ഗോഡ് ഓൾമൈറ്റി റിവാർഡ് യു ബെറ്റർ. അള്ളാഹു ഇതിലും നല്ലത് നിങ്ങൾക്ക് പ്രതിഫലമായി നൽകട്ടെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ജസാക്കില്ലാഹു യാ ഉമ്മ ഖൈറാ. പക്ഷേ ഉമ്മ, വലാ തദഇ ദുആ ലി ഖബ്ലു വബഅദു, ഞാൻ മരിക്കാൻ പോകുന്ന ഈ ദിവസം ഉമ്മ നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണം. ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഉമ്മ നിങ്ങൾക്ക് എനിക്ക് ദുആ ചെയ്തു തരണം. മരിച്ചു കഴിഞ്ഞാലും ദുആ ചെയ്യണം. ഉപ്പമാര് മരണപ്പെട്ടാൽ, ഉമ്മമാര് മരണപ്പെട്ടാൽ ഖബറിന്റെ അരികത്ത് പോലും ചെന്ന് നോക്കാൻ മടിക്കുകയോ അതൊന്നും പാടില്ലാത്തതാണെന്ന് തെറ്റിദ്ധരിക്കുകയോ ചെയ്ത മക്കളുണ്ട്. എത്ര വലിയ സങ്കടമാണത്. അല്ലാഹു നമ്മുടെ മക്കളെ നമ്മുടെ മരണശേഷം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ബിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയുന്നവർ, മരിച്ചു കഴിഞ്ഞ ഒരു വീട്ടിൽ യാസീൻ ഓതാൻ പാടില്ല എന്ന് പറയേ, ഖുർആൻ ഓതുകയോ ചെയ്താൽ അത് തെറ്റാണ്, ഇതിവിടെ ചെയ്യണ്ട. അവിടെ കൂട്ടമായിരുന്ന സത്യവിശ്വാസികൾ ഒരാൾ ദുആ ഇരക്കുകയും കൂടെയുള്ളവർ ആമീൻ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് എണീറ്റ് പോകുന്നുണ്ടോ, ഇതൊക്കെ ബിദ്അത്താണ് എന്ന് പറയുകയും ചെയ്യുന്ന വലിയ സങ്കടകരമായ, ഇസ്ലാമിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഇതൊക്കെ ചില ആശയങ്ങൾ തലയിൽ കയറുമ്പോൾ പറഞ്ഞു പോകുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ ഉമ്മയോടുമ്മ, ഞാൻ മരിച്ചാലും ഉമ്മ എനിക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കണേ, എൻ്റെ മരണത്തിന് മുമ്പും അങ്ങ് ദുആ ചെയ്യണം. ഉമ്മ പറഞ്ഞു, ലാ അദഉഹു അബദാ, മോനെ ഞാൻ നിനക്ക് വേണ്ടി എന്നുമെന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മയാണ്. ഫമൻ ഖുതില അലാ ബാതിലിൻ ഫഖദ് ഖുതിൽത അലാ ഹഖ്, തിന്മയിൽ മരിക്കുന്നവരില്ലേ, കൊള്ളസംഘം നടത്തി കൊള്ളയിൽ മരിക്കുന്നവരില്ലേ, അതിക്രമങ്ങൾ ചെയ്തു വെച്ചതിൽ മരണം വരിക്കുന്നവരില്ലേ, എത്ര ആളുകൾ തിന്മകളിൽ മരിക്കുന്നു. എന്നാൽ വഖദ് ഖുതിൽത അലാ ഹഖിൻ, നീ സത്യത്തിലാണ് മരണപ്പെടുന്നതെങ്കിൽ ഈ ഉമ്മാക്ക് അഭിമാനമുള്ളു മോനെ എന്ന് പറഞ്ഞ് സുമ്മ ഖാലത്ത്, ഉമ്മയുടെ മറുപടി, അസ്മാ ബീവി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരുടെ ഉമ്മ. ആരുടെ മോളാണിത്? ഹബീബിന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ഈ അസ്മാ റളിയല്ലാഹു അൻഹ. സിദ്ദീഖ് എന്നവരുടെയൊക്കെ വഫാത്തിന് ശേഷം 4 ഖുലഫാ റാഷിദീങ്ങളുടെ കാലശേഷമാണ് ഈ സംഭവങ്ങൾ. ഉമ്മ പറയുന്നു, മോനെ
നിനക്ക് വേണ്ടി ഞാനൊന്ന് ദുആ ചെയ്യാം. അല്ലാഹുമ്മ റഹം തൂല ദാലികൽ ഖിയാം ഫിൽ ലൈൽ. നമ്മളൊക്കെ ഓർക്കണേ, നമ്മുടെ ഉമ്മമാർക്ക് നമ്മളെപ്പറ്റി ഇങ്ങനെ പറയാൻ കഴിയോ? അല്ലാഹുവേ, എൻ്റെ മോൻ രാത്രികാലങ്ങളിൽ ഒരുപാട് നിനക്ക് വേണ്ടി നിന്ന് നിസ്കരിച്ചിട്ടുണ്ടല്ലോ. ആ നിസ്കാരം കാരണം എൻ്റെ മോനോട് നീയൊന്ന് കരുണ കാണിക്കണേ അല്ലാ. നമ്മുടെ ഉമ്മമാർക്ക് പറയാൻ പറ്റും, എന്ത്? എൻ്റെ മോൻ വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണ വരെ മൊബൈൽ കളിച്ചിരിക്കാറുണ്ട് റബ്ബേ. അതാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന പരിപാടി. കൂട്ടുകാരോട് കൂടെ കളി കണ്ട് നടക്കാണ്. ഈ ഉമ്മത്തിൽ വേദന നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഈ ഉമ്മത്തിനെതിരെ പരാക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ടർഫുകൾ സജീവമാണ്. നമ്മുടെ ചെറുപ്പക്കാർ പാതിര വരെ കളിക്കുകയാണ്. എപ്പോ നമ്മുടെ സ്വന്തം ശരീരത്തിനേൽക്കുന്ന വേദന പോലെ ഈ ഉമ്മത്തിൽ, ഈ രാജ്യത്തിലെ ഏത് മതവിശ്വാസിയാവട്ടെ, ഒരു നിരപരാധിയായ മനുഷ്യന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ സ്വന്തത്തിനേൽക്കുന്ന മുറിവ് പോലെ കാണേണ്ട നേരത്ത് നമ്മൾ കളിച്ച് ചിരിച്ച് നടക്കുകയാണല്ലേ. വേദനിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാനെങ്കിലും സമയം കണ്ടെത്തണ്ടയോ നമ്മൾ? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ കുറിച്ച് ഉമ്മ പറയാൻ, അല്ലാഹുവേ, എൻ്റെ മോൻ രാത്രി ഒരുപാട് നിന്ന് നിസ്കരിച്ചിരുന്ന മോനായിരുന്നു അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ മോനോട് നീ കരുണ കാണിക്കണേ. നമ്മുടെ ഉമ്മമാർക്ക് മക്കളെ കുറിച്ചിട്ട് പറയാൻ കഴിയോ? എൻ്റെ മോൻ ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. എന്ത് നിസ്കാരം? തറാവീഹ് പോലും അരമണിക്കൂർ തീരുന്ന ഇടമന്വേഷിച്ച് പോകുന്ന നമ്മൾ അള്ളാഹുവിന് വേണ്ടി എത്ര ദൂരം, എത്ര നേരം നിന്നു, എത്ര നിസ്കരിച്ചു? എന്താ, ആകെ ഒരു തറാവീഹ് അല്ലാതെ അള്ളാഹുവിന് വേണ്ടി ഖിയാമുൽ ലൈൽ പാതിരാത്രിയിൽ ആരെങ്കിലും നിന്ന് നിസ്കരിക്കാറുണ്ടോ? ദീർഘമായ നിസ്കാരം. ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഉമ്മ പറയാൻ, എൻ്റെ മോൻ ഒരുപാട് നേരം നിസ്കരിക്കുന്ന മോനായിരുന്നു റബ്ബേ. 90 വയസ്സ് കഴിഞ്ഞ നേരത്താണ് അസ്മാ ബീവി ഇത് പറയുന്നത്. എൻ്റെ മോനോട് കരുണ കാണിക്കണം. ഇരുളിന്റെ ഉള്ളിന്റെ രാത്രിയിൽ ഇരുട്ടായി കഴിഞ്ഞാൽ തേങ്ങി തേങ്ങി റബ്ബേ നിന്നെയോർത്ത് കരയുന്ന മോനായിരുന്നു എൻ്റെ മോൻ. രാത്രിയായാൽ റൂമിന്റെ വാതിലടച്ച് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ തുറന്നു വെച്ച് വേണ്ടാത്തരം കാണുന്ന നമ്മുടെ മക്കളെപ്പറ്റി ഉമ്മമാരെന്ത് പറയും? എന്താ ഉമ്മമാർക്ക് നമ്മളെപ്പറ്റി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കാനുള്ളത്? എന്ത് നന്മയാണ് നമ്മൾ ചെയ്തത് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെപ്പറ്റി പറയാൻ? എൻ്റെ ചെറുപ്പക്കാർ ആലോചിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര പറയുമ്പോൾ നമ്മൾ ഒരുപാട് നേരം ചെലവഴിച്ചത് എവിടെയായിരുന്നുവെന്ന് നമ്മുടെ ഉമ്മമാർക്ക് അഭിമാനത്തോടെ റബ്ബിനോട് ശുപാർശ പറയാൻ എന്ത് നന്മ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് മുഅ്മിനെ. വദാലിക الصوم في هواجر المدينة ومكة. അല്ലാഹുവേ, എൻ്റെ മോൻ മക്കയുടെയും മദീനയുടെയും അതിശക്തമായ ചൂടുള്ള പകലുകളിൽ നിനക്ക് വേണ്ടി സുന്നത്ത് നോമ്പെടുത്തിരുന്ന മോനാണ്. നിനക്ക് വേണ്ടി ദാഹം സഹിച്ചിരുന്ന മോനാണ്. ചെറുപ്പക്കാരെങ്കിലും അങ്ങനെ സുന്നത്ത് നോമ്പെടുക്കാറുണ്ടോ? ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഈ ഉമ്മ പറയുന്നത്. പ്രായമുള്ളവർ എടുത്തിരിക്കാം. റജബും ഷഅബാനും റമദാനും 3 മാസം ഒരുമിച്ച് 90 നോമ്പെടുക്കുന്ന മഹാന്മാരുണ്ട്, മഹദിമാരുണ്ട്. വ്യാഴമോ തിങ്കളാഴ്ചയോ അയ്യാമുൽ ബീദ് 13, 14, 15 അറബ് മാസത്തിലെ ദിവസങ്ങൾ, അത്രയെങ്കിലും ഉമ്മമാർക്ക് പറയാൻ കഴിയും, എൻ്റെ മോൻ സുന്നത്ത് നോമ്പെടുത്തിരുന്ന മോനായിരുന്നു. അല്ലാഹുവേ, എൻ്റെ മോനോട് നീ റഹ്മത്ത് ചെയ്യണമേ എന്ന് നമ്മുടെ മരണശേഷമെങ്കിലും അവർക്ക് പറയാൻ അവസരമുണ്ടോ? ചിന്തിക്കും മുഅ്മിനെ, ആലോചിച്ച് നോക്കി. അല്ലാഹുവേ, ഇർഹം തൂല ദാലികൽ ഖിയാമി ഫിൽ ലൈൽ. രാത്രികാലങ്ങളിൽ നിനക്ക് വേണ്ടി ഒരുപാട് നിന്നതും ഇരുളിൽ രാത്രിയിൽ ഒരുപാട് നിന്നെയോർത്ത് കരഞ്ഞതും മദീനയുടെയും മക്കയുടെയും അതിശക്തമായ ചൂടിൽ നിനക്ക് വേണ്ടി സുന്നത്ത് നോമ്പനുഷ്ഠിച്ചതും വബിർറഹു ബിഅബീഹി വബി, എന്നോടും അവന്റെ ഉപ്പയോടും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ചെയ്ത നന്മയും. മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന മക്കളെ പറ്റിയല്ലേ അങ്ങനെ പറയാൻ കഴിയൂ? എനിക്ക് വേണ്ടി നന്മ ചെയ്തിട്ടുണ്ട് റബ്ബേ. അവന്റെ ഉപ്പയോട്, എൻ്റെ ഭർത്താവിനോട്, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനോട്, ഹവാരിയു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടത്തോഴനായിരുന്ന സ്വഹാബിയാണ് ഇവരുടെ ഉപ്പ. അവരോടും ഈ പൊന്നുമോൻ നല്ല വാക്കല്ലാതെ പറഞ്ഞിട്ടില്ല റബ്ബേ. സ്വന്തം ഉമ്മയോട്, ഉപ്പയോട് അവരുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ മക്കള് സംസാരിക്കാൻ പാടില്ലെന്നാണ്. എന്താ നമ്മുടെ വിദ്യാർത്ഥി ആൺകുട്ടികളും പെൺകുട്ടികളും 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഉപ്പമാരെ അങ്ങോട്ട് പേടിപ്പിക്കുക, അങ്ങോട്ട് വരട്ട. ഇതല്ലേ നടക്കുന്നത്? വിരട്ട, പേടിപ്പിക്കുക.
ഉമ്മമാരെ വായടപ്പിച്ച് നിർത്തുക. ഉപ്പമാരോട് ഉപദേശിക്കാൻ പോലും അവസരം കൊടുക്കാതെ വിധം വാപ്പമാരോട് മുഖം തിരിഞ്ഞു നടക്കാൻ നമ്മുടെ ചെറുപ്പക്കാരുടെ അവരുടെ സിരകളിൽ 14, 15, 16 വയസ്സാകുമ്പോഴേക്കും ഈ വരുന്ന ധൈര്യം എവിടുന്നാണ്? അവരോട് സ്വന്തം മക്കള് മാതാപിതാക്കളുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അവരോട് ചെയ്യുന്ന അദബ് കേടാണ് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ സ്വഹാബികൾ പഠിച്ചത്. അവരുടെ ഒച്ചയൊക്കെ നിങ്ങൾ ഒച്ച വെക്കരുത്. പ്രായം കൊണ്ട് നിങ്ങൾ ഇന്ന് ചെറുതാണ്, എന്നാൽ നിങ്ങളെപ്പോലെ യൗവനമുള്ള കാലത്താണ് ഒരു കൈക്കുഞ്ഞായി അവരെ നിങ്ങളെ വളർത്തിയെടുത്തത്. അത് ഓർമ്മ വേണം. ഇന്ന് നിങ്ങൾ യൗവനത്തിന്റെ ചുറുചുറുക്കിലാണ്. നിന്റെ ഉമ്മയുടെ മുഖത്ത് ചുളിവുകൾ വീണുപോയിട്ടുണ്ട്. പക്ഷേ ചുളിവില്ലാത്ത, വേദനയില്ലാത്ത, ആരോഗ്യമുള്ള ഒരു നേരത്താണ് അവർ നിങ്ങൾക്ക് ജന്മം നൽകിയത്. ഓർമ്മയുണ്ടോ? നിങ്ങളെ കൈകുഞ്ഞായി വളർത്തിയത്. നിങ്ങളങ്ങ് ഡിഗ്രി എത്തുമ്പോഴേക്കും എൻ്റെ ഉമ്മാക്ക് വിദ്യാഭ്യാസമില്ലെന്ന് പറയാണോ? എൻ്റെ ഉപ്പ ഒരാളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ പറ്റാത്തവനാണെന്ന് ഉപ്പയെ നിങ്ങൾ നിസ്സാരമായി കാണുകയാണോ? ഉമ്മ എന്ന മാതൃത്വത്തെക്കാളും ഉപ്പ എന്ന പിതൃത്വത്തെക്കാളും ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ലോകത്താർക്കാണ് കൊണ്ടുകൊടുക്കാൻ കഴിയുന്നത്? അതുപോലെ അവർക്ക് അള്ളാഹുവിന്റെ ആഹ്വാനം, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാകണം. നിങ്ങളുടെ മാതാപിതാക്കളോട്, അച്ഛനമ്മമാരോട്, ഉമ്മമാരോട്, ഉപ്പമാരോട് നിങ്ങൾ ആരും മോശമായി പെരുമാറരുതെന്ന് മനുഷ്യരോട് അള്ളാഹുവിന്റെ ആഹ്വാനമുണ്ട് ഖുർആനിൽ. അല്ലാഹുവേ, എൻ്റെ മോൻ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നോട് നന്മ ചെയ്തവനാണ്. അല്ലാഹുമ്മ ഇന്നി അസ്ലംതുഹു ലി അംരിക ഫീ. പടച്ചവനെ, എൻ്റെ മോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. വറദീതു ബിമാ ഖദൈത്. നീ എന്താണോ വിധിക്കുന്നത് ആ വിധി ഞാൻ സ്വീകരിക്കാൻ ഒരുക്കമാണല്ലാഹ്. ഫഅസിബിനി ഫീ അബ്ദില്ലാഹ്. എൻ്റെ മോൻ അബ്ദുള്ള ലോകത്തോട് വിട പറയുകയാണെങ്കിൽ നിനക്ക് വേണ്ടി നന്ദി ചെയ്ത, നിനക്ക് വേണ്ടി ക്ഷമിക്കുന്ന ഒരു ഉമ്മാക്ക് നീ കൊടുക്കുന്ന പ്രതിഫലം എൻ്റെ മോൻ അബ്ദുള്ളയുടെ മരണത്തിൽ എനിക്ക് നൽകണമേ എന്ന് ദുആ ചെയ്യുന്നു അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഖില്ല പിടിച്ച് ദുആ ഇറക്കുമ്പോഴാണ് ആ മഹാനുഭാവനെ അവിടെ വെച്ച് പിടിച്ചു കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഷഹീദാണ്. ഹറമിൽ വെച്ച് ഷഹീദായ സ്വഹാബി താബിഈയാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഹറമിൽ വെച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്, ഹറമിൽ വെച്ചിട്ടാണ്. മഹദി റളിയല്ലാഹു തആല അൻഹയോട് അവസാന നേരം ഒരു യാത്ര പറഞ്ഞ രംഗമുണ്ട് ചരിത്രത്തിൽ. മഹാനവറുകൾ പടയങ്കി ധരിച്ചു ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അരികത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവർ മക്കയിലെത്തും. നോക്കണം, മരണം ഒരു മണിക്കൂർ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു ഉമ്മയും ഒരു മോനും നടത്തിയ സംഭാഷണമാണിത്. ഉമ്മയെ കെട്ടിപ്പിടിക്കുമ്പോ മോന്റെ ദേഹത്തെ പടയങ്കി കണ്ടു, ഇരുമ്പിന്റെ വസ്ത്രം വെട്ടുകൊള്ളാണ്ടിരിക്കാൻ. കണ്ണു കാണാത്ത അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ ചോദിച്ചു, മോനെ, മാ ഹാദാ സുനീഉ മൻ യുരീദു മാ തുരീദ്. അല്ലാഹുവിന്റെ വഴിയിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ പോകുന്ന ഒരു ധീരനായ യോദ്ധാവ് ചെയ്യുന്ന പണിയല്ല ഇത്. അഴിച്ചുവെക്ക് മോനെ. എന്തിന് പടയെങ്കി? ആ കഴിച്ചുവെക്ക്. ധീരനായി നീ പോരാട്. ഇന്നി ഇദാ അഅരിഫ് യൗമി അസ്ബിറു ഇദ ബഅദുഹും യഅരിഫു സുമ്മ യുൻകിറു. മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരുടെ അവസാന വരികളാണത്. ഈ ദിവസം എനിക്കറിയാം, ഞാൻ ഇന്ന് ക്ഷമ കൊള്ളുകയാണ്. ഇന്ന് നന്മ ചെയ്യുന്നവർ പോലും തിന്മക്കൊരുങ്ങി വന്ന ദിവസമാണ്, എന്നാൽ ഞാൻ ഇന്ന് ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരെ മഹാനവറുകളെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ദുഷ്ടനായ ഭരണാധികാരി പിടിച്ചുകൊണ്ടുപോയി വധിക്കുകയാണുണ്ടായത്. വധിച്ചെന്ന് മാത്രമല്ല, മറവ് ചെയ്യാൻ പോലും കഴിയാതെ, ജനാസ കുളിപ്പിക്കാൻ പോലും പറ്റാതെ 10 ദിവസത്തോളം ആ പരിശുദ്ധമായ ശരീരം മക്കയുടെ വാതിൽക്കൽ കുരിശു പോലെ കെട്ടിയിട്ട് 2 ഈത്തപ്പനകൾ ക്രോസാക്കി വെച്ചതിൽ കെട്ടിത്തൂക്കി വെച്ചു മഹാനവറുകളെ. അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹാ, മഹദി റളിയല്ലാഹു തആല അൻഹ അത് സങ്കടപ്പെട്ടു. പക്ഷേ കാണാനുള്ള കണ്ണില്ല എന്ന്. 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ മഹദിക്ക് വിവരമറിഞ്ഞു. ആ മഹദിയാണ് ദുആ ചെയ്തത്. ഹറമിലെ ദുആയാണ് ഈ കേട്ടതൊക്കെ.
ഹറമിൽ വെച്ച് ചെയ്ത ദുആയാണ്. എൻ്റെ മോൻ, അല്ലാഹുവേ നിനക്ക് വേണ്ടി നിസ്കരിച്ചവനാണ്, നിനക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് നോമ്പെടുത്തവനാണ്, നിന്നെയോർത്ത് കരഞ്ഞവനാണ്, എന്നോടും അവൻ്റെ ഉപ്പയോടും നന്മ ചെയ്തവനാണ്, എൻ്റെ മോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ. അങ്ങനെ പറഞ്ഞാലും സ്വാലിഹായ ഒരു മനുഷ്യന് മരണം അല്ലാഹു വിധിക്കുന്നത് രക്തസാക്ഷിത്വത്തിൻ്റെ മരണമാണെങ്കിൽ ശത്രുക്കൾ ആ ശരീരം കൊണ്ട് എന്തും ചെയ്തേക്കും. അതൊന്നും അവരുടെ മഹത്വം കുറഞ്ഞു പോകാൻ ഇടവരില്ല. അല്ലാഹു അവർക്ക് സ്ഥാനം ഉയർത്തുകയാണ് ചെയ്യുന്നത്. മഹദിയായ അസ്മാ ബീവിയോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവിടെ വന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവര് ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ മരണം കണ്ട് അറിഞ്ഞപ്പോൾ മഹദിയോട് വന്ന് പറഞ്ഞു, ഇസ്ബിരി, ക്ഷമിക്കണേ അസ്മാ, ക്ഷമിക്കണേ. ഈ ശവശരീരങ്ങൾ, മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ മനുഷ്യന്റെ ശരീരം, മയ്യിത്തായി കിടക്കുന്ന ശരീരങ്ങൾ, ഈ ശരീരം കൊണ്ട് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? അതൊന്നുമല്ലല്ലോ. മനുഷ്യരുടെ റൂഹല്ലേ മനുഷ്യനെന്ന് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ റൂഹ് അല്ലാഹുവിലേക്ക് പോയി കഴിഞ്ഞിട്ടില്ലേ? പിന്നെ ഈ ശരീരം കൊണ്ട് ശത്രുക്കൾ കാണിച്ചു കൂട്ടുന്നത് കണ്ട് നിങ്ങൾ വിഷമിച്ചു പോകല്ലേ? മനുഷ്യ ശരീരത്തിനപ്പുറം ആത്മാവല്ലേ മനുഷ്യൻ എന്ന് പറയുന്നത് എന്ന് മഹദി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോ അസ്മാ ബീവി പറയുന്നൊരു വാക്കുണ്ട്, വമാ യംനഉനി മിനസ് സുബ്ർ, എനിക്കെന്തേ ക്ഷമിക്കാൻ എന്ത് പ്രയാസമാണ്. വഖദ് ഉഹദിയ റഅസു യഹ്യ ബിൻ സക്കരിയ ഇലാ ബഗിയ്യിൻ മിൻ ബഗായ ബനി ഇസ്രായീൽ. ബനു ഇസ്രായീലിലെ ഒരു വേശ്യ പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഇസ്രായേൽ മക്കളിൽ വന്ന ഒരു വേശ്യയായ പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അന്നത്തെ രാജാവ് ഹെറോഡസ്, മഹാനായ പ്രവാചകൻ ജോൺ, മഹാനായ യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാമിന്റെ തലയെടുത്ത് കൊണ്ടുപോയി ഒരു വ്യഭിചാരി പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ പ്രവാചകനായ സക്കരിയ നബിയുടെ മകൻ യഹ്യ നബി അലൈഹിസ്സലാമിന്റെ തലയെടുത്ത് കൊണ്ടുപോയി വ്യഭിചാരി പെണ്ണിനെന്ന് സമർപ്പിച്ചിട്ടില്ലേ? എന്താണ് ഒരു പ്രവാചകന്റെ മഹത്വം അതിൽ കുറഞ്ഞു പോകുന്നില്ലല്ലോ. പ്രവാചകൻ തന്നെയല്ലേ? ഷഹീദാണ്. അതിന്റെ പേരിൽ എൻ്റെ മോൻ അബ്ദുള്ളയെ കുറിച്ച് എനിക്ക് വേദനയില്ല എന്ന് 90 കഴിഞ്ഞ് കണ്ണു കാണാത്ത ലോകപ്രവാചകൻ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ അവസാനത്തെ പ്രഭാഷണമുണ്ട്. അത് മനുഷ്യാവകാശത്തിന്റെ പ്രഖ്യാപനമാണ്. അലാ, അറിയണമേ, ഫഇന്ന അംവാലകും വഅറാലകും വദിമാഅകും അലൈക്കും ഹറാം. നിങ്ങളുടെ രക്തം പവിത്രമാണ്, ആരും ആരുടെയും രക്തം ചിന്തരുത്. നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്, ആരും ആരുടെയും സമ്പത്ത് കൊള്ളയടിക്കരുത്, ആരും ആരുടെയും സമ്പത്ത് അപഹരിക്കരുത്, നശിപ്പിക്കരുത്. വഅറാലകും, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്, ആരും ആരെയും പരിഹസിക്കരുത്, ആരും ആരെയും നിസ്സാരന്മാരായി കാണരുത്. മനുഷ്യരെ, കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാം ആദമിന്റെ മക്കളാണ്, ആരും ആരെക്കാളും മേനി പറയരുത്. വആദമു മിൻ തുറാബ്, ആദമോ മണ്ണിൽ നിന്നാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത്ര വലിയ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി എന്ന് പറയാവുന്ന മനുഷ്യത്വത്തിന്റെ ആഗോള ചിന്തകൾ പങ്കുവെച്ച ഒരു ലോക നേതാവുണ്ടോ? അത് മുഹമ്മദ് മുസ്തഫയല്ലാതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബിക്ക് അനർബിയെക്കാളോ, ഒരു അനർബിക്ക് അറബിയെക്കാളോ, വെളുത്തവന് കറുത്തവനെക്കാളോ, കറുത്തവന് വെളുത്തവനെക്കാളോ മഹത്വമില്ല. ഇല്ലാ ബിത്തഖ്വാ, അവരിൽ ആരാണ് സർവേശ്വരനായ തമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കുന്നത്? അവർക്കല്ലാതെ തൊലി നിറത്തിനോ നിങ്ങളുടെ തറവാട് പറഞ്ഞിട്ടോ ആരും അഭിമാനിക്കരുത്. നിങ്ങളിൽ അഭിമാനമുള്ളവൻ സ്രഷ്ടാവിന്റെ നിയമമനുസരിച്ച് നല്ല മനുഷ്യനായി ജീവിക്കുന്നവനാണ് എന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് യാത്ര ചോദിക്കുന്നത്. അതുകൊണ്ട് ആ നന്മകളിൽ ഈ ഉമ്മത്ത് നിലനിൽക്കണം. എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടായാലും നമ്മൾ പ്രകോപിതരാവേണ്ടവരല്ല. നമ്മൾ നന്മയുടെ പക്ഷം നിൽക്കേണ്ടവരാണ്. സത്യത്തിന്റെ പക്ഷം നിന്ന് സംയമനത്തോടെ ആത്മവിചിന്തനം നടത്തി, ആത്മനിയന്ത്രണം നടത്തി, ഒരു രാജ്യത്തിന്റെ നിയമവും കയ്യിലെടുക്കാതെ, ആരെയും നോവിക്കാതെ, എന്നാൽ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും വാങ്ങിച്ചെടുക്കാനും അനുവദിക്കപ്പെട്ട മാർഗങ്ങളിലൂടെ അത് നേടിയെടുക്കുക എന്നല്ലാതെ ഒരാളെയും അതിന്റെ പേരിൽ ആക്രമിക്കാനോ, ഒരാളുടെയും ഒരു രാജ്യത്തിന്റെയും ഒരു ഗവൺമെന്റിന്റെയും ഒരു സാധനം പോലും, മുട്ടുസൂചി പോലും അപഹരിക്കാനോ കൊള്ളയടിക്കാനോ നമ്മുടെ മതം നമുക്ക് അനുവാദം തന്നിട്ടില്ല. നമ്മുടെ മനസ്സുകൾ പറഞ്ഞേക്കാം, പക്ഷേ നമ്മുടെ ദീൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മൾ ദീൻ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി ഈ ലോകത്ത്, ഈ മണ്ണിൽ ജീവിക്കുന്ന, ഭാരതത്തിൽ ജീവിക്കുന്ന ഓരോ മുസ്ലിമും
ഭാരതത്തിലെ മണ്ണിൽ 5 നേരം തലവെക്കുന്നവരാണ്. ഈ മണ്ണിനോടുള്ള പ്രതിബദ്ധതയാണത്, സ്രഷ്ടാവിനോടുള്ള നന്ദിയാണത്. ഈ മണ്ണിൽ 5 നേരം തലകൊണ്ട് ചുംബിക്കുന്നവർ മുസ്ലിമീങ്ങളല്ലാതെ ആരാണുണ്ടാവുക? ഈ മണ്ണിനെ 5 നേരം ചുംബിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. സ്രഷ്ടാവിന് നന്ദി പറയാൻ സുജൂദിൽ കിടന്ന് മണ്ണിൽ തലവെച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് നമ്മുടെ വിധേയത്വമോ നമ്മുടെ കമ്മിറ്റ്മെന്റോ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതല്ല. നമ്മൾ സ്രഷ്ടാവിനെ ബോധ്യപ്പെടുത്തി അവൻ പറയുന്ന നിയമങ്ങളെ, രാജ്യത്തിന്റെ നിയമങ്ങളെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും നല്ല പ്രവൃത്തി ചെയ്ത് മാലോകർക്ക് മാതൃകയാകാൻ വന്നവരാണ് നമ്മൾ. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മകൾ എത്ര വർദ്ധിച്ചാലും നിങ്ങൾ തിന്മയുടെ കൂടെ പോകരുത്. തിന്മകൾ കൂടുതലാണെന്നത് തിന്മ സത്യമാണെന്ന് പറയാനുള്ള ന്യായമല്ല. തിന്മ തിന്മയാണ്, നന്മ നന്മയാണ്. തിന്മ വർദ്ധിക്കുന്നത് കൊണ്ട് തിന്മയാണ് ശരിയെന്ന് പറയരുത്. വിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്, ലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, തിന്മയും നന്മയും ഒരുപോലെയല്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ അവസാന നേരത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മാക്ക് പറയാനുള്ള വാക്കുകൾ അതായിരുന്നു, മോനെ നീ സത്യത്തിന്റെ പക്ഷത്താണെങ്കിൽ ധീരമായി മരിക്കുമോനെ. നീ ഇവിടെ വളരെ ശുഷ്കമായ കാലമല്ലേ ജീവിക്കാൻ പോകുന്നത്. എന്നാൽ നീ തിന്മയ്ക്ക് വേണ്ടിയാണ്, ഈ ലോകത്തിന്റെ സമ്പത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ ഫബിഇസൽ അബ്ദു അൻത, നീ എത്ര മോശപ്പെട്ടവനാണ്, അതിനാണോ നീ ജീവിക്കുന്നത് എന്ന് സ്വന്തം മക്കളെ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിച്ച ഉമ്മമാരുടെ മാതൃക ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ സുഹാബിയത്തായ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹയിലൂടെ ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കുകയാണ്. ഉമ്മമാരെ, ഇതിൽ പാഠങ്ങളില്ലേ? നമ്മുടെ ചെറുപ്പക്കാരെ, നമുക്ക് പാഠങ്ങളില്ലേ? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരുടെ ജീവിത വിശുദ്ധി നമ്മുടെ ജീവിതങ്ങളിലുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതില്ലേ? മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുന്ന കാലമാണിത്. എന്തേ നമ്മുടെ ചെറുപ്പക്കാർക്ക് അതിന്ന് വിട്ടുനിൽക്കാൻ കഴിയാത്തത്? എന്തേ അവർക്ക് വിട്ടുനിൽക്കാൻ കഴിയാത്തത്? തിന്മയെ തിന്മയാണെന്നും നന്മയെ നന്മയാണെന്നും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം നമുക്ക് എന്താണ് സംഭവിച്ചു പോയിട്ടുള്ളത്? മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലൂടെ കൊലപാതകങ്ങളടക്കം സംഭവിച്ചു പോകുന്നത് എത്ര ഗുരുതരമാണ്. അതുകൊണ്ട് നമ്മൾ തിന്മയുടെ ഭാഗത്ത് നിന്നാണ് ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു ഈ ഉമ്മത്തിനെ കൈവടിയും. നമ്മൾ നന്മയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ ഉമ്മത്തിനെ അള്ളാഹു സംരക്ഷിക്കും. അൻതുമുൽ അലൗൻ വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളാണ് ഇവിടെ വിജയിക്കുന്നവരെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മൾ ഉമ്മത്ത് മാതൃകയാവേണ്ട ഉമ്മത്താണ്. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകയാവാൻ വന്നവരാണ്. നമ്മളോടുള്ള അല്ലാഹുവിന്റെ ആഹ്വാനമാണ്. ഞാനും നിങ്ങളും നന്മയുടെ പക്ഷം നിന്ന് ലോകത്ത് അധർമ്മം നടക്കുമ്പോൾ നന്മ ഇതാണ് എന്ന് പറയാനും പ്രവർത്തിക്കാനും ജീവിച്ച് കാണിച്ചു കൊടുക്കാനും വന്നവരാണ്. എത്ര മനോഹരമാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. അള്ളാഹുവേ, നീ ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണമേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. മഹാനായ മുസ്ലിം ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി അലൈഹി ബഹ്റൈനിലൂടെ യമാമയിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്ന് ബഹ്റൈൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളാണ്. ഇന്നത്തെ ബഹ്റൈൻ അല്ല. യമാമ റിയാദിന്റെ പരിസരമാണ്. യമാമയിലേക്ക് വരുന്നു കച്ചവട